ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് വെച്ചിട്ടൊരു ഐസ്ക്രീമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത്രത്തോളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് അടുത്തതായിട്ട് ഹാഫ് കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടിയും, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ വീട്ടിലില്ലെങ്കിൽ തന്നെ സാരമില്ല, അതിട്ടില്ലെങ്കിലും ഇതിന് ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 ലിറ്റർ പാലിനാണ് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എന്ന അളവിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പാല് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് പാലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കാൻ പോവാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഇത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർക്കണില്ല, കളറോ അതൊന്നും ചേർക്കണില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ചതിന് പകരമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ വാനില എസൻസ് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏലക്ക നമ്മുടെ കുറച്ച് ഏലക്കായ ഉള്ളെങ്കിൽ നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ചേർത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏലക്കായ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ പാല് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മോൾക്കും കൂടി കൊടുക്കുമ്പോൾ അധികം പഞ്ചസാര ഇട്ട് ഞാൻ കൊടുക്കണില്ല. ഇതിപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരണം ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇനി തണുപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരം കുറഞ്ഞു പോകും. അപ്പോൾ അത് കാരണം 3/4 ഗ്ലാസ് വേണമെങ്കിൽ 3/4 ഗ്ലാസ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ചെയ്യണം. ഇത് ഗോതമ്പ് വെച്ചിട്ടാണെന്ന് വിചാരിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. ഇനി പാല് നല്ലോണം തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യണില്ലെങ്കിൽ ഈ പാല് ഒന്നുകൂടിയും കുറച്ചും കൂടി നല്ലോണം തിളച്ച് കുറുതായി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് 1/2 ലിറ്റർ എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് കുറുതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗോതമ്പ് സാധാരണ പച്ചപ്പാൽ ഉപയോഗിച്ച്, അതായത് തിളപ്പിക്കാത്ത പാല്, സാധാരണ പാൽ വെച്ച് നല്ലോണം ഇളക്കി അതിൽ തരിയൊന്നുമില്ലാതെ നല്ലോണം ഇളക്കിയെടുക്കുകയാണ്. ഒട്ടും കട്ടയില്ലാതെ എടുക്കാൻ നോക്കണം. കാരണം ഇപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകൾ വരികയാണെങ്കിൽ നമ്മൾ പാലിലേക്ക് ഒതിടുമ്പോൾ അത് സെപ്പറേറ്റ് ചെറിയ കട്ടകളായിട്ട് പാലിൽ ഇങ്ങനെ ഗോതമ്പ് വെന്ത പോലെ വെന്ത് ഇങ്ങനെ പീസായിട്ട് കിടക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇത് നല്ലോണം ഇളക്കി ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം ഞാൻ കട്ടയൊക്കെ നല്ലോണം ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പാലിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം അത് ഇളക്കി കൊടുക്കണം. കാരണം പെട്ടെന്ന് ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഗോതമ്പ് ആയതുകൊണ്ട്. അപ്പോൾ പാല് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന്. ഇനി പാല് പെട്ടെന്ന് കുറുതായി വരും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറുക്കുണ്ടാക്കില്ലേ കുട്ടികൾക്ക്, ആ കുറുക്കിൻ്റെ അത്രയ്ക്ക് തിക്കാവണ്ട, അതിനേക്കാൾ കുറച്ചും കൂടി ലൂസ് എന്ന ലെവലിലായിരിക്കണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും ടൈം നമ്മളിത് നല്ലോണം ഇളക്കി കുറുതാക്കി എടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ ഗോതമ്പ് ചേർത്ത കാരണം. ഇതിപ്പോൾ നല്ലോണം കുറുതായി വന്നിട്ടുണ്ട്. അതേ സ്പൂണിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് തുടങ്ങി. ഈ ഒരു ലെവലിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഞാനിനി ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഗോതമ്പായ കാരണം കുറച്ച് നമ്മളിതിന് കൂൾ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി ഇരുന്ന് കട്ടയാവും. അപ്പോൾ അത് കാരണം നല്ലോണം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഓപ്ഷനിലാണ്, നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് നമുക്ക് പാലുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി.
വേറെ കളറൊന്നും നമ്മളിതിനൊക്കെ ചേർത്ത് കൊടുക്കണില്ല. ഇതൊന്നും നല്ലോണം ഇനി ഇളക്കി കൊടുക്കുക. കണ്ടൻസ് മിൽക്കും ചേർത്ത് കാരണം ഇനി ഇത് പെട്ടെന്ന് തിക്കാവും. ഇനി നമുക്കിത് ഒന്ന് കൂൾ ചെയ്യണം. കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ചിട്ട് കൂളാക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിപ്പോൾ കൂളായിട്ടുണ്ട്. ഞാനിനി മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരു ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. ഇതിപ്പോൾ മോൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായ കാരണമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ, ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കണുള്ളൂ. അത് നമ്മുടെ ബട്ടർ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ റൂം ടെമ്പറേച്ചറിലേക്ക് അതൊന്നും ആവുമല്ലോ. ഭയങ്കരമായിട്ട് മെൽറ്റ് ആവണ്ട, ചെറുതായിട്ടൊന്ന് മെൽറ്റായ ലെവലിൽ നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നല്ലോണം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. മിക്സിയിൽ ഒരു 2 മിനിറ്റ്സ് നിന്ന് ഇതിൽ നമ്മളിത് അടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ഇതിലേക്ക് മാറ്റുകയാണ്, പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു എയർ ടൈറ്റായിട്ട് നമുക്ക് അടച്ച് ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്കാണ് ഞാൻ അത് വെക്കണത്. നമ്മളിത് അടച്ച് തന്നെ വെക്കണം, കാരണം ഇതിൽ ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ സാധാരണ ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കണ്ട, നമ്മൾ സാധാരണ ഇതിൽ വെക്കുക. ഇതൊന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സറിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണമായിരുന്നു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മോള് വാശി പിടിച്ച് കരഞ്ഞു. അവൾക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വെച്ചിട്ട് ഒന്നുകൂടി മിക്സിയിൽ ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ ഫ്രീസ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ ഈ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്തു. ഇത് ശരിക്കും നമുക്ക് സാധാരണ ഐസ്ക്രീം എടുക്കണ പോലെ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സാധാരണ നമ്മൾ ഇപ്പോൾ പാലും കൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടില്ല. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ലോണം ക്രീമി ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. ഗോതമ്പിൻ്റെ കുത്തോ അങ്ങനെ ഒന്നും ഇല്ല ഇതിന്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് മോൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായി ഞാൻ കൊടുത്തപ്പോൾ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാവുന്ന ഐറ്റംസ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കണത്. ഇത് കണ്ട ഭയങ്കര സോഫ്റ്റ് ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. അതായത് ഇപ്പോൾ ക്രിസ്റ്റൽസ് ഒന്നും ഇതിൽ ഫോം ചെയ്തിട്ടില്ല കേട്ടോ. നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയ കാരണം ക്രിസ്റ്റൽസ് ഒന്നും ഇത് ഫോം ചെയ്തിട്ടില്ല അതിൽ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എട്ട് മണിക്കൂർ മതി ഇത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ആവാനായിട്ട്. നിങ്ങൾ എന്തായാലും എൻ്റെ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ പിള്ളേർക്ക് വേറെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. Ciao ciao, una mattina mi sono svegliato e ho trovato lì. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം.